താളത്തെ കുറിച്ച് പറഞ്ഞാലോ? കുഞ്ഞിന് താളം അറിയോ? ഏതാളം അറിയാം? ആദ്യ താളം അറിയാം അല്ലേ? ഒന്നിട്ടാട്ടെ. 1 2 3 4 5 6 7 8. ഓക്കെ, ഈ താളത്തിന് പേരെന്താ? ആദിതാളം. താളം. ഇനി ഒരു കാര്യം നമ്മളിങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ വിരലെണ്ണത്തില്ലടാ, അതിന് പറയുന്ന ഒരു പേരുണ്ട്, ലഘു എന്ന് പറയാൻ. ലഘു. 1 2 3 4 അത്രേ ഉള്ളൂ. അടിച്ചു വരണമെന്ന് ആ ജോലിക്ക് പറയുന്ന പേര് ലഘു എന്നാണ്. ലഘു. പിന്നെ നമ്മൾ അടിച്ച് വീശത്തില്ലേ, അതിന്റെ പേര് ദ്രുതം എന്നാണ്. ദ്രുതം. അപ്പൊ നമ്മുടെ ആദ്യ താളത്തിന് എത്ര ലഘു ഉണ്ട്, എത്ര ദ്രുതം ഉണ്ടെന്ന് പറയാമോ? മൊത്തം 8 ഉണ്ട്. പക്ഷെ അതല്ല ലഘു എന്ന് വെച്ചാൽ ഈ അടിച്ചു വരണമെന്ന് എല്ലാം കൂടെ ചേർത്തിട്ട് ലഘു എന്ന് പറയും. 1 2 3 4 ഇത് ലഘു. അപ്പൊ ഒരു ലഘു 2 ദ്രുതം പറഞ്ഞേ. ഒരു ലഘു ദ്രുതം. ലഘു എന്ന് പറഞ്ഞാൽ എന്താ? അടിച്ചു വിരലെണ്ണുക. ദ്രുതം എന്ന് പറഞ്ഞാലോ? അടിച്ചു വീശുക. ഓക്കെ. അപ്പൊ ഈ താളത്തിന്റെ പേരെന്തുവാ? ആ താളത്തിന് വേറൊരു പേര് അച്ഛൻ പറഞ്ഞെന്നില്ല കഴിഞ്ഞ ദിവസം, ഓർമ്മയുണ്ടോ? ചതുരസ്ര ജാതി ത്രിപുട താളം. അപ്പൊ ആദ്യ താളത്തിന്റെ തിയറിറ്റിക്കൽ നെയിം എന്തുവാന്ന് ചോദിച്ചാല് ചതുരസ്ര ജാതി ത്രിപുട താളം എന്ന് പറയാം. ഓക്കെ, ശരി.